ഇടുക്കി കുമിളിയിൽ ഇസ്രായേലി സ്വദേശികളെ അപമാനിച്ച സംഭവം 2 ദിവസം മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വലിയ ആശങ്കയിലാണ്. കാരണം ടൂറിസം മേഖലയിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയാണ്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നു. ഇതിനെതിരെ കേസെടുക്കാനോ മറ്റ് അന്വേഷണത്തിലേക്ക് കടക്കുവാനോ എന്തായാലും പോലീസ് തയ്യാറായിട്ടില്ല. അത് വലിയ വീഴ്ചയല്ലേ? അത് വലിയ വീഴ്ചയാണെന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചായിരുന്നു. ഞാൻ ശ്രീത്തും കൂടെ തന്നെയാണ് ഇരുന്നത്. അത് പോലീസ് എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിൻ്റെ ഇടയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കാരണം IB എത്തി, റോ എത്തി, ഇന്റലിജൻസ് അന്വേഷണം നടക്കുന്നു. ഇത് കണ്ട് ഭയന്ന് കേരള പോലീസിന്റെ ഇന്റലിജൻസ് ഒരു അന്വേഷണം സമാന്തരമായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്തിനാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ആ ഇസ്രായേലി സ്വദേശിയായിട്ടുള്ള അന്വേഷണം ഇങ്ങനെ ഇത് ആരാണ് പുറത്ത് പറഞ്ഞത് ചിലപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. ഇത് ആരാ പുറത്ത് പറഞ്ഞത് എന്നായിരിക്കും നമ്മുടെ കേരള പോലീസ് ഇത് അന്വേഷണം ചെയ്യുന്നത്. ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ സ്വദേശികളാണെന്ന് മനസ്സിലാക്കിയതോടെ ഹയാസ് അഹമ്മദ് റാത്തർ എന്നാണ് ഈ കശ്മീരി സ്വദേശിയുടെ പേര്. ആ ഹയാസ് അഹമ്മദ് റാത്തറാണ് ഇവരോട് ആക്രോശിച്ച് ഇറങ്ങിപ്പോകാനായിട്ട് പറഞ്ഞത്. ഈ സംഭവം ഇസ്രായേൽ എംബസിയിൽ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ഈ സംഭവം ഇസ്രായേൽ എംബസിയിൽ എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ കേരള പോലീസിന് ഒരു വലിയ പണി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. കേരള പോലീസിന് വലിയ പണി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശ്രീത്തിന് തോന്നുന്നു അതെങ്ങനെയാ കേരള പോലീസിന് പണി കിട്ടുന്നതെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ കേന്ദ്ര സർക്കാരിനോട് നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ കേരളത്തിലെ പോലെയല്ല. നമ്മുടെ കേരളത്തിലെ പോലെ മതം നോക്കി ടൂറിസം മന്ത്രി പ്രതികരിക്കും പോലെയല്ല. അതായത് ഇസ്രായേലി സ്വദേശികൾക്ക് എന്തെങ്കിലും ഒരു പ്രതികരണവും വന്നിട്ടില്ല. അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം ഇനി കയാക്കിങ്ങിലാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഈ ആമസോണിൽ സമരം ചെയ്തു. അതെ, ആമസോൺ മഴക്കാട് കത്തി അമരുന്നു. അവിടെയുള്ള കൊരങ്ങന്മാർക്കും ഹിപ്പോപ്പൊട്ടാമസുകൾക്കും വരെ വേണ്ടി അദ്ദേഹം വാ തുറന്നു. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത് നടന്ന ഒരു സംഭവം അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇവിടെയുള്ള സിംഹവാലം കൊരങ്ങിന് വേണ്ടി വാ തുറക്കാനാണോ ഇവിടെ ഉള്ള ഒരു മന്ത്രി എന്ന് എനിക്കറിയില്ല. ആമസോൺ മഴക്കാടിന്റെ കാര്യം നോക്കാനായിട്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ ഇവന്മാരുടെ ക്യൂബയെ വിളിച്ചു പറയട്ടെ, ക്യൂബ നോക്കിക്കോളും. കാരണം സമുദ്രസുന്ദരമായിട്ടുള്ള ക്യൂബയാണല്ലോ. പക്ഷെ അവിടെ നിന്ന് വാക്സിൻ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും 5 വാക്സിൻ അടുപ്പത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇതുവരെ ഇതുപോലെ ഉളുപ്പും നാണവും ഇല്ലാത്ത ഒരു വർഗത്തിന് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താണ് മന്ത്രി റിയാസ് മതം നോക്കി മാത്രം പ്രതികരിക്കുക. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയണം, ഇസ്രായേലി സ്വദേശികൾ ആക്രമിച്ചിട്ട് ഇയാൾ എന്താ മിണ്ടാത്തെ? അതെ, ഇയാള് എന്താണ് ഇയാൾ ടൂറിസം മന്ത്രിയല്ലേ? ഇയാൾ നാഴികയ്ക്ക് 40 വട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹമാണല്ലോ CPM മുഖം. CPM മുഖമൊന്നുമല്ല, പ്രധാനപ്പെട്ട എന്ത് സംഭവം ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എടുത്ത് തോട്ടിലോട്ട് ഇടും CPM കാര് മൊത്തം ഈ സാധനത്തിന്. അദ്ദേഹം കയറി വന്നു കഴിഞ്ഞാൽ ഷംസീറിനെ വെട്ടിയിട്ടാണെന്ന് അറിയാമല്ലോ. ഷംസീറിനെ ആ ചൊലിക്ക് അതിഭീകരമായിട്ടുണ്ട്. അപ്പൊ ഷംസീറിന് എന്ത് ചെയ്തു? നമ്മുടെ MP രാജേഷിനെ സ്പീക്കറായിട്ട് വെച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് MP രാജേഷിനെ പതുക്കെ മാറ്റി വ്യവസായമല്ലല്ലോ, MP രാജേഷിനും വ്യവസായം തന്നെയാണ് അത് കൊടുത്തിട്ട്, അതുവരെ വ്യവസായ മന്ത്രി P രാജീവായിരുന്നു തോന്നുന്നു. അത് കൊടുത്തിട്ട് MP രാജേഷിനെ സ്പീക്കറായി ഒതുക്കി. ആരെങ്കിലും ഒതുക്കണമെങ്കിൽ അതിന് പറ്റിയ സ്ഥാനമാണ് ഈ സ്പീക്കർ എന്ന് പറയുന്നത്. എന്നിട്ടാണ് മുഹമ്മദ് റിയാസ് ഇപ്പോൾ നെഞ്ചും പിരിച്ച് വിരാജിച്ച് നടക്കുന്നത്. ആ റിയാസ് ഒരു വാക്ക് പോലും ഇട്ടിട്ടില്ല. അതേസമയം കോവളത്ത് ഒരു വിദേശിയുടെ മദ്യം കേരള പോലീസുകാർ പിടിച്ച് ഒഴുകി കളഞ്ഞപ്പോൾ നാഴികയ്ക്ക് 40 തൊട്ട് അവരെ പോയി കണ്ടു റിയാസ്. എന്തിനു പറയുന്നു? കാരവാൻ ടൂറിസം ഈ ട്രക്കിൽ 2 ദമ്പതികൾ വന്നല്ലോ. അതായത് കേരളം സന്ദർശിക്കാനായിട്ട് വിശിഷ്ട അതിഥികൾ വിദേശത്ത് നിന്ന് ഏത് പട്ടിക്കുറുക്കം വന്നാലും നമ്മുടെ റിയാസ് ഓടി അവിടെ എത്തും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. ഒരു ചെറിയ റീല് കണ്ടാൽ മതി ടൂറിസത്തിന്റെ, അതെല്ലാം ഫേസ്ബുക്കിൽ എടുത്ത് പോസ്റ്റ് ഇട്ടിട്ട് കണ്ടോ ഇത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന ഒരു ഉളുപ്പില്ലാത്തൊരു മനുഷ്യനാണ് റിയാസ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഇതുവരെ ഇമേജ് കൂട്ടാനുള്ള ശ്രമം. ഇമേജ് എങ്ങനെയാ കൂടുന്നത്? ഇങ്ങനെയാണോ ഇമേജ് കൂടുന്നത്? അതിനുള്ള ശ്രമം നടത്തുകയില്ല. ഇതിപ്പോ അതിനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ സകലതും പാളിപ്പോകുന്ന ഒരു കാര്യം. ഇത് ചോദിച്ചോണ്ട് ഞാൻ പറയാം. ഇമേജ് കൂട്ടാനായിട്ട് ശ്രമം നടത്തി പാളിപ്പോയ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, റിയാസ് പണ്ട് നമ്മുടെ കഴക്കൂട്ട ഫ്ലൈഓവർ ആണെന്ന് തോന്നുന്നു, അതിന്റെ മുകളിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ വന്നു. വിദേശകാര്യമന്ത്രി അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അത് അന്ന് ഏതോ വിവാദം നടക്കുന്ന ഒരു സംഭവമായിരുന്നു. കാരണം ഈ ദേശീയപാതകളൊക്കെ പണിയുമ്പോൾ
ആ ദേശീയപാത പണിതത് ഞങ്ങളാണ് എന്ന് റിയാസ് നിരന്തരം ഫ്ലക്സ് അടിച്ചു വെക്കാറുണ്ടല്ലോ. ഫ്ലക്സ് വീരനാണ് റിയാസ്. അപ്പോ ഈ മന്ത്രി അതിന്റെ മുകളിൽ കൂടെ വന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്പെക്ട് ചെയ്യുന്നതൊക്കെ കണ്ടപ്പോ റിയാസിന് കിളി പോയി. അതിന്റെ അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് കിളി പോയി. അങ്ങനെ കിളി പോയപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു. വിദേശകാര്യമന്ത്രിക്ക് എന്താണ് നാട്ടിക്കാര്യം, വിദേശകാര്യമന്ത്രി വിദേശത്തല്ലേ ഇരിക്കേണ്ടത്. തൊട്ടുപിറകെ എന്തായാലും എന്റെ അമ്മായിയപ്പം പറഞ്ഞല്ലേ 2 ഡയലോഗ് ഞാനും ഓടിക്കേണ്ടതെന്ന് പറഞ്ഞു. റിയാസ് എന്തോ പറഞ്ഞു. ഉടനെ തന്നെ നമ്മുടെ മനോരമ ഇത് രണ്ടും ഏറ്റെടുത്തുകൊണ്ട് എന്നാ പിന്നെ നമുക്ക് കുഴി എണ്ണി കളയാം. റിയാസ് പറഞ്ഞത് ദേശീയപാതയിലെ കുഴി ആദ്യം അടക്കി എന്നിട്ട് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ മനോരമ ചാനൽ ഉടനെ തന്നെ ദേശീയപാതയിലാണോ സംസ്ഥാന പാതയിലാണോ കുഴിയുള്ളത് എന്ന് പറഞ്ഞ് നമുക്ക് പരിശോധിച്ച് കളയാന്ന് പറഞ്ഞ് ഈ ക്യാമ്പയിൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. റിയാസ് അത് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. പിന്നീട് റിയാസിന് മനോരമ ചാനലിൽ നിന്ന് ഒരു ദിവസം മൊത്തം ഇറങ്ങാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. കാരണം നക്ഷത്രം എണ്ണിത്തീക്ക ഇതിലെടുപ്പുണ്ടെന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത്. അമ്മാതിരി കുഴിയാണ് നമ്മുടെ സംസ്ഥാന പാതയിൽ മൊത്തമുള്ളത്. അങ്ങനെയൊക്കെ PR വർക്ക് നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം തേഞ്ഞു പോവുകയാണ്. ആ കാര്യത്തിൽ ഗണേഷ് കുമാറിനെ കണ്ടുപിടിക്കണം. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് PR വർക്ക് നടത്തുന്നുണ്ട്. അപ്പൊ അതാണ് റിയാസിന്റെ കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇസ്രായേലി സ്വദേശികളുടെ കേസിൽ ഇസ്രായേൽ എംബസി പറഞ്ഞു കേരള പോലീസിനോട് വിശദീകരണം തേടി കേന്ദ്ര സർക്കാർ. ഈ കേന്ദ്ര സർക്കാർ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ടൂറിസം വകുപ്പിനെ കുറിച്ചാണ്. നമ്മുടെ ടൂറിസം വകുപ്പിനെ പോലെയല്ല കേന്ദ്ര ടൂറിസം വകുപ്പ്. അവർക്കൊരു നിയമമുണ്ട്. അതായത് ഇസ്രായേലി പൗരന്മാർക്ക് പ്രത്യേക പരിഗണനയും സംരക്ഷണവും ഏർപ്പെടുത്തണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ. ആ പ്രത്യേക നിർദ്ദേശം ഇവിടെ നിലനിൽക്കുകയാണ് ഇവിടെ ഇസ്രായേലി പൗരന്മാരെ ഇങ്ങനെ അപമാനിച്ച് പറഞ്ഞു വിടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ സൂചിപ്പിച്ചു, ഇസ്രായേൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയോട് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോട് എന്താണ് നടന്നതെന്ന് അമിത്ഷാ ഉറപ്പായിട്ടും ചോദിക്കും. അവിടെ ആരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എന്താണ് ഇവർ കേസെടുക്കുക, നയതന്ത്ര ബന്ധത്തെ തന്നെ നയതന്ത്ര ബന്ധത്തെ ഇത് ബാധിക്കില്ല. ഇതിന്റെ കടന്ന കൈയായി പോയെങ്കിൽ അവരെ ഭാഗത്ത് നിന്ന് ഈ കാശ്മീരി സ്വദേശി കടന്ന കൈയായി പോയെങ്കിൽ ചിലപ്പോ നമ്മള് വേറെ ഏതെങ്കിലും ഒക്കെ തലത്തിൽ ഇത് പോയേനെ. പക്ഷെ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരള പോലീസിൽ ആക്ട് ചെയ്തിട്ടില്ലെന്നേ. കേരള പോലീസ് ഒരു കേസ് എടുക്കണ്ടേ? കേസ് എടുക്കാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഇസ്രായേലി സ്വദേശികളിൽ പരാതി എന്നിട്ടില്ലെന്ന്. കേരള പോലീസ് കേസ് എടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരള പോലീസ് ആ കട അടച്ച് ആ സ്വദേശികളെ അവിടെ നിന്ന് പറഞ്ഞു വിടാനാണ് ശ്രമിച്ചത്. അറ്റ്ലീസ്റ്റ് ഇവന്മാര് ബാക്ക്ഗ്രൗണ്ട് ചെക്കെങ്കിലും നടത്തണ്ടേ? ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഇത് ഇനി ഒരു ടൂറിസ്റ്റുകൾക്കും ഉണ്ടാകാത്ത രീതിയിൽ ശക്തമായിട്ടുള്ള നിയമ നടപടി അവർക്കെതിരെ സ്വീകരിച്ച് കോടതിയിൽ കേസെത്തിച്ച് വാദിച്ച് കൃത്യമായിട്ട് ഇവർക്ക് വേണ്ട ശിക്ഷ ഉറപ്പാക്കണ്ടേ? എങ്കിൽ മാത്രമല്ലേ ഇനി കേരളത്തിൽ ടൂറിസ്റ്റുകൾക്ക് സന്തോഷമായിട്ട് വരാൻ കഴിയൂ എന്നുള്ള ഒരു ഇതുണ്ടാകും. മനസ്സിലായില്ലേ? ഇപ്പൊ കേരളത്തിലെ ടൂറിസം വകുപ്പ് അടിസ്ഥാന സൗകര്യമില്ല. അതെ, കേരളത്തിലെ ടൂറിസം വകുപ്പ് എന്താ പറയുന്നത്? ഈ ഇന്ത്യയിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ടൂറിസം കേരളത്തിൽ ഏതാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ എന്തിനാ ലോകത്തിൽ വെച്ച് മികച്ച ഇടയ്ക്കിടയ്ക്ക് റിയാസ് വരുമ്പോൾ പോസ്റ്റ് ഇടുന്ന കണ്ടിട്ടുണ്ടോ? മറ്റേ ലിസ്റ്റിൽ കേരളം നമ്പർ 1 ലോകത്തിന്റെ ലിസ്റ്റിൽ. കേരളം 1, രണ്ടാമത് ന്യൂയോർക്ക് സിറ്റി, 3ാമത് പാരീസ്. അതിന്റെ കൂടെയൊക്കെയാണ് നമ്മുടെ കേരളം. അതിന്റെ ഇടയിൽ കൂടെ അമ്മായി അപ്പനും ഇന്ന് തള്ളുന്നുണ്ട്. മറ്റേ ന്യൂയോർക്ക് നഗരങ്ങളെ വെല്ലുന്ന റോഡാണ് നമ്മുടെ റോഡ്. ഈ ഇടയ്ക്ക് ഒരു തള്ളു തള്ളിയത് ഡച്ചിൽ പഠിക്കാൻ പോയിട്ടുണ്ടല്ലോ. വെള്ളപ്പൊക്കം പഠിക്കുക. ഡച്ച് മാതൃക എന്താണ്? ഡച്ച് മാതൃക ഇയാൾ പോയി പഠിക്കാനായിട്ട് അവിടെ നിന്നു. സത്യം പറഞ്ഞാൽ ഡച്ച് മാതൃക ഇവിടെ നടപ്പിലാക്കി തുടങ്ങി, അറിയത്തില്ലേ? ഇപ്പൊ ഏത് നിമിഷം വേണോ പ്രളയം വരാവുന്നതുകൊണ്ട് മലയാളികൾ സൈക്കിൾ ട്യൂബും ചുറ്റിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. അതാണ് ഡച്ച് മാതൃക. പൊങ്ങി കിടക്കെങ്കിലും ചെയ്യുമല്ലോ, നമ്മൾ ഒലിച്ചു പോകത്തില്ലല്ലോ, അറ്റ്ലീസ്റ്റ് ഉയരെങ്കിലും കിടക്കുമല്ലോ. അപ്പോ ഈ പിണറായി വിജയൻ പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ റോഡാണ്, റിയാസിന്റെ മൈലേജ് കൊടുക്കാൻ തള്ളുന്നതാണ്. രണ്ടാമത്തത് ഇത് മെനഞ്ഞാന്നോ നാലാന്നോ ഒരു തള്ളു നടത്തിയായിരുന്നു. അതായത് കേരളത്തിലെ ആശുപത്രിയിൽ ചികിത്സിക്കാനായിട്ട് ജനങ്ങൾ കൊതിക്കുന്നു. എന്നിട്ട് മുഖ്യമന്ത്രി താങ്കൾ എവിടെയാണ് ചികിത്സയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ അമേരിക്കയിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ടൂറിസം വകുപ്പ് ഈ ഷംസീറിനെ ആ ടൂറിസം വകുപ്പ് ഏൽപ്പിച്ചിരുന്ന ഇതിനെയും കാട്ടി ഒരു മികച്ച പ്രവർത്തനം പ്രതീക്ഷിക്കാം. ഷംസീറിട്ടും എല്ലാം കണക്കാണ്. ഷംസീർ ഇത് ഏത് വകുപ്പ് എടുത്ത് ആരെ ഏൽപ്പിക്കും? ടൂറിസം വകുപ്പ് ശിവൻകുട്ടി ഏൽപ്പിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെയുണ്ട്? ടൂറിസം വകുപ്പ് വീണ ജോർജിനെ ഏൽപ്പിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ. ഒന്നും നടക്കില്ല. ടൂറിസം വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏൽപ്പിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കിയാൽ അദ്ദേഹത്തെയാണ് സത്യം പറഞ്ഞ് ഏൽപ്പിക്കേണ്ടത്. കാരണം അദ്ദേഹമാണ് ടൂർ അടിച്ച് കിടക്കുന്നത്. അല്ലാതെ അദ്ദേഹം ടൂർ അടിച്ച് കിടക്കുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം പുറത്ത് ചില്ല് ചെയ്യാൻ പോകുമ്പോൾ റിയാസിന് ടൂറിസം വകുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തം മോളെയും റിയാസും കൂടെ ചേർന്ന് പുറത്തേക്ക് അദ്ദേഹത്തിന് അനുഗമിച്ചോളും. എവിടെ പോകുന്നു? ടൂറിസത്തെ കുറിച്ച് പഠിക്കാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിലാണ്.
മുഖ്യമന്ത്രി ഒരു ബുദ്ധിശാലിയാണല്ലോ. മുഖ്യമന്ത്രി ബുദ്ധിശാലിയാണ്. മുഖ്യമന്ത്രിയുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ട്രോളുന്നെങ്കിലും അദ്ദേഹം കൃത്യമായ ബുദ്ധിശാലിയാണ്. ടൂറിസം വകുപ്പ് മരുമോന് മകൾ IT കമ്പനി നടത്തുകയാണല്ലോ, ആ വകുപ്പ് പിണറായി വിജയനാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. IT യെ കുറിച്ച് തനിക്ക് എന്തറിയാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. ഒരു കാര്യം പിണറായി വിജയൻ അറിയത്തില്ല. പിണറായി വിജയൻ ഇപ്പോഴും പഴയ പാർട്ടി സെക്രട്ടറിയാണ്. അറ്റ്ലീസ്റ്റ് ഓഫീസിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ച് പിണറായി വിജയൻ ധാരണയില്ല. ആ പിണറായി വിജയനാണ് IT വകുപ്പ് കയ്യിൽ വെച്ചിരിക്കുന്നത്. IT വകുപ്പ് കയ്യിൽ വയ്ക്കാനായിട്ട് എന്ത് യോഗ്യതയാണ് പിണറായി വിജയൻ ഉള്ളതെന്ന് പോലും ഇവിടെ ആരും ചോദിക്കാത്തത്. അദ്ദേഹം ഈ വകുപ്പ് കയ്യിൽ വെച്ചിരിക്കുന്ന അത്രത്തോളം കാലം എനിക്ക് വലിയ രീതിയിൽ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. 100% ഉറപ്പല്ലേ. വീണയ്ക്ക് മറ്റേ ബാംഗ്ലൂരിൽ IT കമ്പനി ഉണ്ടായിരുന്നത്, എക്സാലോജിക്. ആ IT കമ്പനിക്ക് വേണ്ടിയാണ് പിണറായി വിജയൻ IT വകുപ്പ് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പൊ അങ്ങനെയുള്ള കാരണം ഈ അടുത്ത തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു വകുപ്പായിരുന്നു അത്. അതില് നല്ലൊരു മികച്ച ഒരാളെ കൊണ്ടുവന്നിരുന്നതിൽ കുറച്ചും കൂടെ വികസിച്ച് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വികസിച്ച് പോയേനെ. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ഇസ്രായേലി ടൂറിസ്റ്റുകളുടെ കാല് പിടിച്ച് കേരള പോലീസ് കരയുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, അവർക്ക് പരാതിയില്ല എങ്കിലും കേരള പോലീസ് കേസെടുക്കേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം, കേസെടുക്കണം, അവരെ തുറുകിലടക്കിയ തന്നെ വേണം എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത്. അത് കേരള പോലീസ് ചെയ്തില്ല, വീഴ്ച വരുത്തി. റിയാസ് ആണെങ്കിൽ മിണ്ടുന്നു.